പ്രവർത്തിക്കുന്നതെന്ന് മനുഷ്യർ ആഗ്രഹിക്കും. നമുക്കത് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണാനാകില്ല എങ്കിലും അതുകൊണ്ടാണ് ദൈവം യെഹെസ്കേലിന്റെ ദർശനത്തിലൂടെ നമുക്കങ്ങനെ കാണിച്ചത്. അത് മനസ്സിലാക്കാൻ നമുക്ക് യെഹെസ്കേൽ 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതായി. അവിടെ രഥം എങ്ങനെയാണുള്ളത്, അതിന്റെ രഥത്തിന്റെ ചക്രങ്ങൾ, രഥം ആരാണ് നയിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനാണ്. യെഹെസ്കേൽ 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അതിങ്ങനെ വായിക്കുന്നു. യെഹെസ്കേൽ 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ വായിക്കുന്നു? അവ ഓരോന്നും നേരെ മുന്നോട്ട് തന്നെയാണ് പോയിരുന്നത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നിടത്തേക്കെല്ലാം അവ പോകുന്നു. ഇടം വനം തിരിയാതെയാണ് അവ പോയിരുന്നത്. കാഴ്ചയ്ക്ക് ഈ ജീവികൾ തീക്കനൽ പോലെയിരുന്നു. ഈ ജീവികളുടെ ഇടയിലൂടെ ഉജ്ജ്വല ശോഭയുള്ള തീപ്പന്തങ്ങൾ പോലെ എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പിണരുകൾ പുറപ്പെട്ടു. ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ മിന്നൽ പിണർ പോലെ കാണപ്പെട്ടു. ഞാൻ ആ ജീവികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 മുഖമുള്ള ആ ജീവികളിൽ ഓരോന്നിന്റെയും അരികെ നിലത്ത് ഓരോ ചക്രം കണ്ടു. ചക്രങ്ങൾ പീതരത്നം പോലെ തിളങ്ങി. അവ 4 ഒരുപോലിരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊരു ചക്രം എന്ന രീതിയിലായിരുന്നു അതിന്റെ പണി. നീങ്ങുമ്പോൾ അവയ്ക്ക് തിരിയാതെ തന്നെ 4 ദിശയിൽ ഏതിലേക്ക് വേണമെങ്കിലും പോകാമായിരുന്നു. കണ്ടാൽ ആർക്കും പേടി തോന്നുന്നത്ര ഉയരമുള്ളവയായിരുന്നു ചക്രങ്ങൾ. 4 ചക്രത്തിന്റെയും വലയങ്ങൾ നിറയെ കണ്ണുകളായിരുന്നു. ജീവികൾ നീങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടൊപ്പം നീങ്ങും. ജീവികൾ നിലത്തു നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങൾ ഉയരും. ഈ ചിത്രത്തിൽ നിന്ന് നമുക്കത് രഥത്തിന്റെ ദൃശ്യം കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രഥം നയിക്കുന്നത് യഹോവയാം ദൈവമാണ്. 12-ന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ദൈവാത്മാവ് ഉപയോഗിച്ചാണ് ദൈവം ഈ രഥത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, ചക്രങ്ങളുടെ പ്രത്യേകതകളെ പറ്റി പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ചക്രങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് പീതരത്നം പോലെ തിളങ്ങിയെന്നാണ്. അതിന്റെ ശോഭ നമുക്കിവിടെ മനസ്സിലാക്കാം. അത് മാത്രമല്ല, 4 ഒരുപോലെ ഇരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊരു ചക്രം എന്ന രീതിയിലാണ് അതിന്റെ പണി. അത് മാത്രമല്ല, എന്താണ് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ അതിന്റെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാനാകുന്നതാണ്. അതിന്റെ വേഗത കണ്ടോ? മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു രഥമാണ്. അപ്പോൾ നമ്മൾ ഈ ചക്രത്തിന്റെ പ്രത്യേകതകൾ കണ്ടു അല്ലേ? യഹോവ നയിക്കുന്ന ഈ ചക്രം എന്തിനെയാണ് കുറിക്കുന്നത്? ദൈവത്തിന്റെ സ്വർഗീയ ഭാഗത്തെയാണ് ഈ ചക്രം, ഈ രഥം നമ്മളെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ സ്വർഗീയ ഭാഗത്തിന്റെ വേഗതയും അതിനെങ്ങനെയാണ് ദൈവം നയിക്കുന്നതെന്നെല്ലാം മനസ്സിലായി. ഇനി നമ്മുടെ ഭൗമിക ഭാഗവും